മായി ആസ്ട്രോവിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചെറിയ കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഇന്ത്യൻ പാരമ്പര്യവും വേദങ്ങളും അനുസരിച്ചാൽ ഇത്തരം ചെറിയ ചെറിയ സംഭവങ്ങൾ ചിലപ്പോൾ മുന്നറിയിപ്പുകളായി മാറുന്നു. ഭക്ഷണത്തിൽ മുടി കണ്ടുകൊണ്ടുള്ളത് ഇതിന്റെ ഒരു ഉദാഹരണമാണ്. ഇത് ആർക്കു വേണമെങ്കിലും സംഭവിക്കാം. ചിലർ ഈ സാഹചര്യത്തെ ചെറിയ പ്രശ്നമായി കണക്കാക്കി മുടി നീക്കം ചെയ്ത് ഭക്ഷണം തുടരുമെങ്കിലും മറ്റുള്ളവർ അത് ഒരു അശുഭ ലക്ഷണമായി കരുതി മുഴുവൻ ഭക്ഷണവും നിരസിക്കുന്നു. എന്നാൽ തിരുവെഴുത്തുകാർ ഇത്തരത്തിലുള്ള സംഭവത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. സാധാരണ സാഹചര്യങ്ങളിൽ ഭക്ഷണത്തിൽ മുടി വീഴുന്നത് ഒരു ലളിതമായ മനുഷ്യ പിഴവായിരിക്കാം. മുടി കഴുകുമ്പോഴോ അഥവാ ചീകുമ്പോഴോ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴോ അശ്രദ്ധമായി ഭക്ഷണത്തിൽ അവ വീഴാം. ഇത് ഒന്നോ രണ്ടോ തവണ സംഭവിച്ചാൽ അതൊരു സാധാരണ സംഭവമായി കണക്കാക്കാം. എന്നാൽ ഈ പ്രതിഭാസം ആവർത്തിച്ച് സംഭവിക്കുകയാണെങ്കിൽ അതൊരു അശുഭ സൂചനയായി കണക്കാക്കപ്പെടുന്നുണ്ടെന്ന് പരമ്പരാഗത വിശ്വാസങ്ങൾ പറയുന്നു. രോമം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. ഭക്ഷണത്തിൽ ആവർത്തിച്ച് മുടി കാണുന്നത് ഒരു നെഗറ്റീവ് എനർജിയെയോ അസന്തുലിതാവസ്ഥയെയോ സൂചിപ്പിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ഇത് പിതൃദോഷത്തിന്റെ സൂചനയായിരിക്കാം. ജ്യോതിഷശാസ്ത്രപ്രകാരം ഭക്ഷണത്തിൽ ആവർത്തിച്ച് മുടി കാണുന്നത് പിതൃദോഷത്തിന്റെ സൂചനയായി കണക്കാക്കുന്നു. പ്രത്യേകിച്ച് പിതൃപക്ഷ സമയത്ത് ഇത് സംഭവിച്ചാൽ അത് പൂർവികരുടെ അസന്തോഷത്തിന്റെ ലക്ഷണമായി പരിഗണിക്കപ്പെടുന്നു. ഇത്തരം സാഹചര്യത്തിൽ യോഗ്യനായ ജ്യോതിഷിയെയോ പുരോഹിതനെയോ സമീപിച്ച് പൂർവികരുടെ മനസ്സിലാക്കലും പ്രശ്നപരിഹാരവും ലക്ഷ്യമാക്കി അനുയോജ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് ഉത്തമമായിരിക്കും. ഈ വിഷയം ആത്മീയ വിശ്വാസങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഭക്ഷണത്തിൽ മുടി കണ്ടെത്തുന്നതും ആരോഗ്യപരമായ പല കാഴ്ചപ്പാടിൽ നിന്നും അനാരോഗ്യകരമാണെന്ന് കണക്കാക്കപ്പെടുന്നു. മുടിയിൽ പൊടിയും പല ബാക്ടീരിയകളും അടങ്ങിയിരിക്കുന്നു. ഇവ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് അണുബാധയ്ക്കോ മറ്റ് പല രോഗങ്ങളോ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. ശുചിത്വ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അത്തരം ഭക്ഷണം ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് ഡോക്ടർമാർ വിശ്വസിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ എന്തു ചെയ്യണം? ഭക്ഷണത്തിൽ ഇടയ്ക്കിടെ മുടി കാണുന്നത് അതീവ ആശങ്കാജനകമല്ല. എങ്കിലും ഗൗരവത്തോടെ കാണുകയും ശുചിത്വത്തിനായി പ്രത്യേക ശ്രദ്ധ നൽകുകയും ചെയ്യുന്നത് അനിവാര്യമാണ്. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ മുടി പാടില്ലാത്ത രീതിയിൽ നിയന്ത്രിക്കുക, ശുചിത്വം പാലിക്കുക, ഭക്ഷണം മൂടി സൂക്ഷിക്കുക എന്നിവ നിർബന്ധമാണ്. എങ്കിലും ഇത് സ്ഥിരമായി സംഭവിക്കുന്നുവെങ്കിൽ ആത്മീയവും പ്രായോഗികവുമായ കോണുകളിൽ നിന്നും കാരണം പരിശോധിക്കുകയും പരിഹാര മാർഗങ്ങൾ തേടുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും.